ദേശീയപാതയ്ക്കായിട്ട് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് പഠനം നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ദേശീയപാത വികസനം പലയിടങ്ങളിലും പുരോഗമിക്കുമ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. വലിയ ഉയരങ്ങളിൽ റോഡ് പാഞ്ഞു പോകുന്നു, മല തുരന്ന് റോഡ് പാഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന ഗവേഷണവും പഠനവും നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാര്യം നാളെ വൻ ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആശങ്കയോടെ സംസാരിക്കുന്ന 2-3 പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അത് കണ്ടപ്പോൾ പേടിയാ ശരിക്കും പറഞ്ഞ. അതുപോലെ മണ്ണ് ഇടിഞ്ഞിരിക്കുന്നത് മേളിൽ നിന്ന്. ഇനി അത് എത്ര ഉയരത്തിൽ കെട്ടിപ്പൊക്കണം എന്ന് ചോദിച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ട് കെട്ടിയാലാണ് ഈ താഴെ ഇരിക്കുന്ന വീടുകൾക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. അത്ര മേല് ഇതായിട്ടാണ് മണ്ണിടിഞ്ഞ് വരാൻ ഇനി സാധ്യത കൂടുതലാണ്. ഇവിടെ 22 കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ പണിയാണ് ഇതിന് വന്നത്. ഇതിന് വർഷങ്ങളായിട്ട് ഇവരിവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇത്ര വലിയ അപകടം ഇന്നേവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. MLA നിരവധി വട്ടം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തും ജനങ്ങളുടെ പരാതി കേട്ടും നേരിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെയും ഈ ഒടിഞ്ഞതിൻ്റെ നാഷണൽ ഹൈവേയുടെ തൊട്ട് മുകളിലുള്ള ബിജു ചേട്ടൻ ഇന്നലെയും കൊണ്ടുവന്ന് എറണാകുളത്ത് കാക്കനാടുള്ള ഇവരെ നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ തന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഏരാതി MLA പുള്ളിയുടെ കൃഷിയിടം സന്ദർശിച്ചിരുന്നു. കർഷക സംഘത്തിൻ്റെ നേതാക്കളുണ്ടായിരുന്നു. ശക്തമായി ഇടപെട്ടതാണ്. ഇന്ന് പഞ്ചായത്ത് മെമ്പറും MLA അടക്കം 4 മണിയായപ്പോൾ ഇവിടെ വന്ന് ആളുകളെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ബിജുവും സന്ധ്യയും തൊട്ട് ക്യാമ്പിൽ നിന്ന് വന്ന് തറവാട്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് വന്നതാണ്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. മഴയൊന്നുമില്ലാത്തതുകൊണ്ട് ഇത്രയെങ്കിലും ആളുകൾക്ക് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞു. ഈ പ്രദേശത്ത് മഴ പെയ്ത് ഇപ്പോൾ കാണുന്ന മണ്ണും കല്ലും എല്ലാം ഒഴുകി അങ്ങോട്ട് ചെല്ലുകയായിരുന്നെങ്കിൽ വലിയ അപകടം ഈ പ്രദേശത്ത് വലിയ അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു. 5 അടി അല്ലെങ്കിൽ 6 അടി അതിൽ കൂടുതൽ അവർ ഒരിടത്തും റിട്ടേണിംഗ് വാൾ തീർക്കുന്നില്ല. എന്നാൽ അവരെടുക്കുന്ന മണ്ണോ 15, 20, 30 അടി ഹൈറ്റിനാണ് മണ്ണെടുക്കുന്നത്. ജനങ്ങളോടൊരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് അവരുടെ വർക്കുകളെല്ലാം നടക്കുന്നത്. അവരുടേതായ തോന്നിവാസമാണ് ഈ മേഖലകളിൽ മൊത്തം നടക്കുന്നത്. ഒരു കാരണവശാലും വീടുകളിലേക്ക് ഇനി ഒരാൾക്കും വന്ന് താമസിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം ഇനിയും അതുപോലെ തന്നെ വിള്ളൽ വീണ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ മണ്ണും ഇതുപോലെ തന്നെ വരുമല്ലേ. ഈ കുമ്പൻപാറ ദുരന്തം നടന്ന കുമ്പൻപാറയുടെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെയാണ് ഈ ദുരന്തം അരങ്ങേറിയത്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത. പോലീസും അഗ്നിശമന സേനയും NDRFും നാട്ടുകാരും ഒക്കെ ചേർന്ന് സംഘടിതമായി നടത്തിയ മണിക്കൂറുകളോളം നീണ്ടുപോയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെയും ഭാര്യ സന്ധ്യയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഈ മണ്ണുമലയ്ക്ക് മുകളിൽ മരണം കുത്തനെ ഇടിഞ്ഞു വന്ന ഈ രാത്രിയിൽ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു പോയി. നാഷണൽ ഹൈവേ അതോറിറ്റി ഈ കാര്യത്തിൽ എന്ത് പറയും എന്ന് നമുക്കറിയില്ല. എന്തായാലും മല തുരന്നും മണ്ണ് തുരന്നും ഈ വലിയ പാത രാജപാതകൾ പാഞ്ഞു പോകുന്ന സമയത്ത് പാവം ഈ അടിമാലി പോലെ കൂമ്പൻപാറ പോലെയുള്ള സ്ഥലങ്ങളിൽ, വാളറ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ദുർബലമായ മണ്ണിൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്താമോ എന്ന് ഈ മണ്ണ് ഗവേഷകരും മണ്ണ് ശാസ്ത്രജ്ഞന്മാരും പഠിക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ അപകടമൊക്കെ വലിയ സൂചനയാണ്. ഇവിടെയൊക്കെ സാധാരണ മനുഷ്യരാണ് താമസിക്കുന്നത്. അവരുടെ ജീവിതത്തിന് നേരെ മണ്ണ് വാരി എറിയാതിരിക്കാൻ അവർ വലിയ പഠനം നടത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. മാത്യു പറയുന്ന ഒരു വാചകം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ, ജീവനുള്ള ഭൂമിയെ മുറിച്ചു മാറ്റിയാൽ ഭൂമി മുറി കൂടാൻ ശ്രമിക്കും, കാലക്രമേണ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഭൂമി ഇങ്ങനെ കിടക്കുന്നു, അതിനെ നമ്മൾ മുറിച്ചു മാറ്റുന്നു, നമ്മൾ ഹൈവേ വിട്ടുന്നു, മല തുരന്നൊക്കെ നമ്മൾ പോകുന്നു. വീണ്ടും പ്രകൃതിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല, പ്രകൃതി മണ്ണ് ഒന്നിച്ചു ചേരാൻ ശ്രമിക്കുന്നു. മാത്യു, താങ്കൾ പറയുന്ന പോലെ നമുക്കത് ആശങ്കപ്പെടുത്തുന്ന ഒരു കമൻറ്റ് തന്നെയാണ്. ഈ അപകടം നടന്ന ഇടുക്കിയിലെ അടിമാലിയിലുള്ള കൂമ്പൻപാറയിലെ നിന്ന് നമ്മുടെ പ്രതിനിധി ലാൽകൃഷ്ണൻ ചേരുന്നു. മണിക്കൂറുകളോളം ലാൽകൃഷ്ണൻ ഇപ്പോൾ ഈ കൂമ്പൻപാറയിൽ നിന്ന് രാത്രി മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ലാൽകൃഷ്ണൻ, എനിക്കറിയാം വല്ലാതെ കൺപോളകൾ അടയുന്ന ഒരു സാഹചര്യം ലാൽകൃഷ്ണൻ ഉണ്ടാകും. എന്നാലും ചോദിക്കുകയാണ്, ഈ കൂമ്പൻപാറയിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ നിർമ്മിതമായ അപകടമാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? മാൻ മെയ്ഡ് ഡിസാസ്റ്റർ? തീർച്ചയായിട്ടും എസ്കെൻ, നമ്മൾ നിൽക്കുന്നത് ഈ ദേശീയപാതയിലാണ്, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ. ഇതാണ് ആ
എടുത്ത ഭാഗം. പക്ഷെ മണ്ണിടിഞ്ഞു വന്നത് ഈ ഭാഗത്തു നിന്നല്ല, കുറെ കൂടി അപ്പുറത്തുനിന്നാണ്. അതൊരു മലനിര, ഒരു വലിയ കുന്ന് എന്ന് തന്നെ പറയാം. നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വലിയ കുന്നാണ്. ആ കുന്നിൻ്റെ അകത്ത് 2 വിടവ് പോലെ വിള്ളൽ പോലെ വന്നു. ആ വിള്ളൽ കണ്ടതോടുകൂടിയാണ് നാട്ടുകാരെല്ലാവരും പരിഭ്രാന്തരായി അവിടെ നിന്ന് മാറിപ്പോകുന്നതിനെക്കുറിച്ച്, ഇവിടെ നിന്ന് താമസം മാറുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് അവരാണ് ഇനീഷ്യേറ്റ് എടുത്ത് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടൊരു സംവിധാനം, അതും പഞ്ചായത്തിൻ്റെ തന്നെ കീഴിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരുക്കി കൊടുത്തത്. ആ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് വന്ന് ഈ ദേശീയപാതയിലേക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു 30 മീറ്ററിനടുത്ത് വീതിയുള്ള ദേശീയപാത പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ട് ഇപ്പോഴും ഇത്രയും ബാക്കിയാണ്. ഇത് താഴേക്ക് പോയിരുന്നെങ്കിൽ ആ നാട്ടിലുള്ളവരുടെ അവസ്ഥ, ഇതിൻ്റെ താഴെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ടും അതിൻ്റെ ഒരു ഭാഗം താഴേക്ക് പോയി. ആ താഴേക്ക് പോയ ഭാഗമാണ് അവിടെ നമ്മളിപ്പോൾ കണ്ട ബിജുവിൻ്റെയും പരിസര പ്രദേശത്തുള്ളവരെയും വീടുകളിലേക്കൊക്കെ പതിച്ചത്. നമുക്ക് ഇവിടുന്ന് കാണാമോ എന്ന് നമ്മുടെ ക്യാമറമാൻ ഹരീഷ് ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും. അതായത് ഈ പ്രദേശം താഴേക്ക് നോക്കിയാൽ ആൾക്കാർ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്താണ് നേരത്തെ പറഞ്ഞ ഈ കോളനി ആയി ബന്ധപ്പെട്ട വീടുകൾ ഉണ്ടായിരുന്നൊരു പ്രദേശം. അതിനപ്പുറത്ത് ആ തെങ്ങൊക്കെ കിടക്കുന്ന ഭാഗത്താണ് ബിജുവിൻ്റെ വീടുള്ളത്. ആ ബിജുവിൻ്റെ വീടിരിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ആ ചുവന്ന ബെന്നിനൊക്കെ ഇട്ട ആൾക്കാർ നിൽക്കുന്നത്. ആ വീടിന് തൊട്ടപ്പുറത്ത് ഒരു വീട് കൂടി ഉണ്ടായിരുന്നു. ആ വീടടക്കം പോയിട്ടുണ്ട്. ഇവിടെ വേറെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബിജുവിൻ്റെ വീട് പൂർണ്ണമായിട്ടും പോയി. ആളുകൾ, ഈ ക്യാമറാമാന്മാരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും നിൽക്കുന്ന ഭാഗത്ത് ഒരു വീട് പോയി. നമ്മൾ നിൽക്കുന്ന സ്ഥലം തീരെ സേഫ് അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വ്യാപ്തി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടേക്ക് വന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഉടൻ തന്നെ മാറുകയാണ്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് മണ്ണെടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 30 അടി 40 അടി ഉയരത്തിലാണ് ഈ പ്രദേശത്ത് മണ്ണെടുത്ത് ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ വാള് തീർക്കുന്നത്, അതായത് സംരക്ഷണ ഭിത്തി തീർക്കുന്നു എന്ന് പറയുന്നത് ഏകദേശം 5 അടി 6 അടി. നമുക്ക് അവിടെ ഒരു പണി തീർത്ത പ്രദേശമാണ്. അവിടെ അത്രയും ഉയരത്തിൽ മാത്രമേ ഈ വാള് തീർക്കുന്നുള്ളൂ. അത് മണ്ണെടുക്കുന്നത് കുത്തനെ എടുത്തെടുത്ത് പോകുന്നതാണ്. ഈ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ ഇതിന് താങ്ങി നിൽക്കാനുള്ള കെൽപ്പുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ വാളറ പോലുള്ള പ്രദേശങ്ങൾക്ക് സ്ഥിരം മണ്ണിടിയുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ പല പ്രദേശങ്ങളിലും മഴക്കാലത്ത് മണ്ണിടിയുന്ന പ്രദേശങ്ങളാണ്. ഇന്നലെ ഒരു മഴ ഉണ്ടായിരുന്നെങ്കിലൊന്ന് ആലോചിക്കുക. സാധാരണ തുലാമാസമാണ്, നല്ല മഴ ഉണ്ടാകുന്ന സമയമാണ്, ഇടി വെട്ടുന്ന സമയമാണ്. അങ്ങനെ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നതിനെ. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് വലിയ ഒരു ഈശ്വരാധീനം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 22ഓളം കുടുംബങ്ങൾ ഈ സംഭവം കണ്ട്, ഈ വിള്ളൽ കണ്ട് ഇവിടെ നിന്ന് താമസം മാറിപ്പോയതാണ്. അതിനകത്ത് 6-7 കുടുംബങ്ങളുടെ വീടുകളാണ്, അവിടെ അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ് അവിടെ ഇല്ലാതായി നടക്കുന്നത്. ബിജുവിനെ കുറിച്ച് പറയുമ്പോഴും വളരെയധികം സങ്കടമുണ്ട്. കാരണം 1 കൊല്ലം മുമ്പാണ് ബിജുവിൻ്റെ ഇളയ മകൻ 7 വയസ്സുള്ള കുട്ടി ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. അവരാ ദുഃഖത്തിൽ നിന്നെല്ലാം കരകയറി വന്ന് പുതിയ ജീവിതം കെട്ടിപ്പടുത്ത് അതിനുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ബിജുവിനെ അവർക്ക് നഷ്ടപ്പെടുന്നത്. ബിജുവിൻ്റെ ഭാര്യ സന്ധ്യയ്ക്കും സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇനിയൊരു മകൾ മാത്രമാണുള്ളത്. കോട്ടയത്ത് നഴ്സിംഗിന് പഠിക്കുകയാണ് ആ കുട്ടിയെ ഇന്ന് രാവിലെയാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. ഇത്തരമൊരു ദുരന്തമുണ്ടായത്, തൻ്റെ പിതാവ് നഷ്ടപ്പെട്ടത്, അമ്മയ്ക്ക് സാരമായി പരിക്കേറ്റ കാര്യങ്ങളെല്ലാം ആ കുട്ടി ഇപ്പോഴാണ് അറിയുന്നത്. അത്രയധികം കഠിനമായ ഒരു ജീവിത സാഹചര്യങ്ങളുടെ, അല്ലെങ്കിൽ ജീവിതം അവർ അത്രത്തോളം പരീക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെല്ലാം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായൊരു പഠനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞിട്ട് വേണ്ടേ ഒരു നിർമ്മാണം നടത്താൻ എന്നൊരു ചോദ്യമുണ്ട്. എപ്പോഴെങ്കിലും ഒരു ചെങ്കുത്തായിട്ടൊരു മരനിര നമ്മളാരും കട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അതിന് വേറെ രീതിയുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അതിൻ്റേതായ രീതിയിൽ, അതിൻ്റേതായ നിർമ്മാണ രീതിയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു ദുരന്തം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്താണെങ്കിലും തുലാമഴ ഇല്ലാത്തത് വലിയൊരു, ഇന്നലെ മഴ പെയ്യാത്തത് വലിയ ഭാഗ്യമായി പോയി. പക്ഷേ വെള്ളിയാഴ്ച മുതൽ ഇവിടെ മണ്ണിടിയുന്നുണ്ട്. അതോടുകൂടിയാണ് ഇതിലുള്ള ഗതാഗതം നിരോധിച്ചത്. വെള്ളിയാഴ്ച മുതൽ ഇതിലെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ചീറി പാഞ്ഞു പോകേണ്ട ഒരു സമയത്ത് അതേ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി. ലാൽകൃഷ്ണനാണ് കുമ്പൻപാറയിൽ നിന്ന് ചേർന്ന് ഈ ദുരന്തമുണ്ടായ സമയം മുതൽ മണിക്കൂറുകളായി 24 പ്രേക്ഷകർക്ക് വേണ്ടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ലാൽകൃഷ്ണൻ. അപകടം നടക്കുന്ന സ്ഥലത്തു നിന്നാണ് ലാൽകൃഷ്ണൻ, ആ സ്പോട്ടിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ലാൽകൃഷ്ണൻ അവിടെ നിന്ന് മാറി നിന്നുള്ളൂ. കാര്യം മലമുടിയിൽ നിന്ന് മണ്ണിടിഞ്ഞു വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അപകടങ്ങൾ വരുമ്പോൾ നമുക്കതിൻ്റെ കീഴിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ലാൽകൃഷ്ണൻ മാറി നിൽക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.